സോ മാക്സിൻ്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരികൃഷ്ണ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ക്ലോസ് പാക്കിംഗ് ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ മാത്രമാണ്. അപ്പം വൺ ഡയമെൻഷൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ പറയാൻ പറ്റത്തുള്ളൂ. വൺ ഡയമെൻഷൻ മനസ്സിലാക്കിയാൽ 2 ഡയമെൻഷൻ മനസ്സിലാക്കിയാൽ 3 ഡയമെൻഷനും പറയാൻ പറ്റത്തുള്ളൂ. സോ 2 ഡയമെൻഷനിൽ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്നുകിൽ കുറച്ച് ബോൾസ് എടുക്കുക, ചെറിയ ബോൾസോ അല്ലെങ്കിൽ ചെറിയ റൗണ്ട് ഷേപ്പിലെ ബീഡ്സോ ഒക്കെ. ബീഡ്സ് ഉണ്ടെങ്കിൽ, മുത്തുകളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്, നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം മുത്തുകളോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഗ്രീൻ പീസ് ആയാലും മതി, അത് യൂസ് ചെയ്താലും കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എന്താണ്, ഒരു ലൈനിൽ ഒരു 5 എണ്ണം എടുത്ത് വെക്കുക. അതിന് തൊട്ട് മേളിൽ കറക്റ്റ് സെയിം ലൈനിലായിട്ട് വീണ്ടും ഒരു 5 എണ്ണം എടുത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് പോകണമെങ്കിൽ അത് എ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്, അതായത് ഒരേ കണക്കാണ്. എന്നാൽ ഇതേ കണക്ക് ഫസ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കാണ്. അത് 2 ബീഡ്സിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ അടുത്ത ലെയർ പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എ ബി അറേഞ്ച്മെൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. സോ നമ്മൾ 3 ഡയമെൻഷൻ തുടങ്ങുന്നതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉപയോഗിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ്. അപ്പോൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉപയോഗിച്ചാൽ ഒരൊറ്റ രീതിയിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, പാക്കിംഗ് 3 ഡയമെൻഷണൽ പാക്കിംഗ് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ 2 രീതിക്ക് പോസിബിൾ ആണ്. അത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ നമുക്ക് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരൊറ്റ ഷേപ്പ് എടുത്തല്ലേ. അപ്പോൾ ആ ഒറ്റ ഷേപ്പിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് അതാണ്, അതായത് ബേസ് ലെയർ എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. ഹെക്സഗണൽ അങ്ങോട്ട് മാറ്റി നിർത്തുക. ബേസ് ലെയർ എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്, അതായത് സ്ക്വയർ ആയിട്ടിരിക്കുന്ന ഒരു ലെയർ നമ്മൾ വെച്ചു. സോ ഈ ലെയറിൻ്റെ അതേ സെയിം സാധനം, അതായത് സെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതേ കോപ്പി തന്നെ എടുത്ത് നമ്മൾ മേളിലേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് മേളിലോട്ടൊന്നും വെച്ച് നോക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം ആ ലെയറിനെ ജസ്റ്റ് വീണ്ടും മേളിലേക്ക് വെക്കുകയാണ്. അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇതേ കണക്ക് തന്നെ അടുത്തടുത്ത് അതിൻ്റെ മേളിൽ വെക്കുകയാണ്. വേറൊരു ലെയറാണ് കേട്ടോ, ഈ ഒന്നാമത്തെ എടുത്ത് മേളിൽ വെക്കുമെന്നല്ല, വേറൊരു ലെയർ, പക്ഷേ ഒന്നിന് സിമിലർ ആയിട്ടുള്ള ഒരു കോപ്പി. നമ്മളിത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫസ്റ്റ് ലെയർ എടുത്തു, അതിൻ്റെ ഫോട്ടോ കോപ്പീസ്, വി ആർ കൺസിഡറിങ് ഫോട്ടോ കോപ്പീസ്. ഓക്കെ, ഒരു 10 കോപ്പി എടുത്തതിന് ശേഷം ആ 10 കോപ്പി നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഒരേ ഇളവാണ്, എന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജുകളെല്ലാം കറക്റ്റായിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചോ. ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു ആറ്റംസ് നമ്മൾ ഒരു 4 ആറ്റംസിന് ഒരു 8 ആറ്റത്തിനെ നമ്മൾ പുൾ ഔട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അതിൽ നിന്ന് നമ്മൾ 8 ആറ്റത്തിനെ പുൾ ഔട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 8 ആറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്തെടുത്താൽ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുക എന്തായിരിക്കും എന്നറിയാമോ, ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അതായത് നമുക്ക് ഈ ഇരിക്കുന്ന 8 ആറ്റത്തിനെയും, അതായത് ഒരുമിച്ച് നിൽക്കുന്ന 8 ആറ്റത്തിനെയും അതിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ആ ഒരൊറ്റ സ്ക്വയർ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ ഇരിക്കുന്ന സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷനിൽ 3 ഡയമെൻഷനിൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് തന്നെ ഈ 3 ഡയമെൻഷനിൽ തന്നെ അടുത്ത അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത അറേഞ്ച്മെൻറ്റ് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ ഒരു നെക്സ്റ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇരിക്കുന്നതിൽ ആദ്യം എടുത്തത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് നമ്മൾ എടുത്തത്. അതായത് 2 ഡയമെൻഷനിലെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന് എൻലാർജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 3 ഡയമെൻഷനിലാക്കിയത്. നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് 3 ഡയമെൻഷൻ തന്നെ, പക്ഷേ നമ്മൾ അവിടെ എടുക്കാൻ പോകുന്ന ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, വി ആർ കൺസിഡറിങ് ദ സെക്കൻഡ് വൺ. അപ്പോൾ ലേറ്ററിനെ കൺസിഡർ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ടാണ് ഇതായിരിക്കും നമുക്ക് ബേസ്. ഇത് ബേസ് ലെയർ മാത്രമല്ല, താഴത്തെ ലെയർ ഇതിനകത്ത് ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴത്തെ ലെയറും ചൂസ് ചെയ്തിട്ടുണ്ട്, മേളത്തെ ലെയറും ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ കാര്യം നമുക്ക് മാറ്റിയിടുക. അപ്പം നമ്മൾ എങ്ങനെയാണ് സെക്കൻഡ് ലെയർ വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സെക്കൻഡ് ലെയർ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെൻറ്റൻസ് ഇതിൻ്റെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. The spheres of second layer are placed in the depressions of first layer. അതായത് ഫസ്റ്റ് ലെയറിൻ്റെ
ഫസ്റ്റ് ലെയറിൻ്റെ താഴെ അതിൻ്റെ ഡിപ്രഷൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ലെയറിൻ്റെ ഡിപ്രഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക, അപ്പോഴേ ഒരു ചെറിയ ഈ കുറേ ടി മോയോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വോയിഡുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കിളുകളെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാവും. ഈവൻ ഒരു സർക്കിൾസിനെ നമ്മൾ അടുക്കി വെച്ചാൽ, നമ്മൾ സർക്കിൾസ് അടുക്കി വെച്ചാൽ പോലും അതിൻ്റെ ഇടയ്ക്ക് സ്പേസസ് ഉണ്ടാവും. സോ നമ്മൾ സ്പിയറിനെ അടുക്കി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നല്ല രീതിക്ക് ആ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന 3 ഡയമെൻഷണൽ സ്പേസുകൾ 2 ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ വോയിഡുകളും, സെക്കൻഡ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡ്. പേര് കേട്ട് പേടിക്കേണ്ട ഒരു സിമ്പിൾ സാധനമാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. ടെട്രാഹെഡ്രൽ വോയിഡുകൾ എന്ന് പറഞ്ഞാൽ 4 ആറ്റംസ് ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വോയിഡുകളാണ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും, 6 ആറ്റംസ് ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വോയിഡുകളാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ടെട്രാഹെഡ്രൽ വോയിഡിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ ലെയറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് നമ്മൾ 2 ലെയർ എടുത്തിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡുകൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ടെട്രാഹെഡ്രൽ വോയിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആറ്റവും അതിന് ചുറ്റുമുള്ള 3 ആറ്റംസും, അത് മേളിലും ആവാം താഴെയാവും. ഉദാഹരണത്തിന് നമ്മൾ എന്താണ്, ഒരാറ്റം താഴെ ഇരിക്കുന്നു. ഓക്കെ, അതിന് ചുറ്റുമുള്ള 3 ആറ്റംസ്, ഒരാറ്റം താഴെ. ഇപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കി താണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ ഒരു കേസ് എടുത്തേ, ഇവിടെ നമുക്ക് എന്താണ്, ഈ ഒരു ആറ്റം ഉണ്ട്, ഇത് ആറ്റം നമ്പർ 1 എന്ന് കൊടുത്തു, ഈ ഒരു ആറ്റം നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ആറ്റം നമ്പർ നമ്മൾ 3 എന്ന് കൊടുത്തു. ഏതൊക്കെയാണ് താഴെയുള്ള ആറ്റംസ് നോക്കണം, മേലുള്ളത് നോക്കരുത്. എന്നിട്ട് 4ാമത്തെ ആറ്റം ഏതാണ്, ഇതാ ഈ ആറ്റം. അപ്പോൾ ഇത് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡിനെയാണ് ടെട്രാഹെഡ്രൽ വേർഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇരിക്കുന്ന കേസിൽ തന്നെ 3 ആറ്റംസും മേളിലും ഉണ്ട്, 3 ആറ്റംസ് താഴെയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനെയാണ് ഒക്ടാഹെഡ്രൽ വേർഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു ഫിഗർ കാണിച്ചു തരാം, ചെയ്ത് നോക്കിക്കോളാം. ഇവിടെ നമുക്കുള്ളത് എത്ര എണ്ണമാണ്, ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ മേളിൽ ഒരെണ്ണം ഇരിക്കുന്നത്. സോ വി വിൽ ക്രിയേറ്റ് എ ടെട്രാഹെഡ്രൽ ഹോൾ അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ടെട്രാഹെഡ്രൽ ഹോളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിനെ ടെട്രാഹിഡ്രോൺ എന്നാണ് പറയുന്നത്. ടെട്രാഹിഡ്രോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ആറ്റംസിൻ്റെ എല്ലാ സെൻറ്ററുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ടെട്രാഹിഡ്രൻ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡുകൾ ഞാൻ പറഞ്ഞു, 3 ആറ്റംസും താഴെയും 3 ആറ്റംസും മേളിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒക്ടാഹെഡ്രൽ വോയിഡുകളാണ്, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ ഹോളുകളാണ്. നോക്കിയാൽ ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെയും 3 എണ്ണം ഉണ്ട്. ഈ 3 എണ്ണം കൂടെ ചേർന്നിരുന്ന് കഴിയുമ്പോൾ എന്താണ്, കറക്റ്റ്ലി നമുക്കത് ഷേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒക്ടാഹെഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒക്ടാഹെഡ്രൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ ഒക്ടാഹെഡ്രൺ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും മനസ്സിലാവത്തില്ല. ഒക്ടാഹെഡ്രൺ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട ഈ ഇരിക്കുന്ന ഷേപ്പിനെയാണ് ഒക്ടാഹെഡ്രോൺ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളത് എന്താണ്, ഈ ഒരു ഷേപ്പിനെയാണ് ഒക്ടാഹെഡ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 എണ്ണം എണ്ണി എടുക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ആറ്റംസിൻ്റെ എണ്ണം ഇവിടെ കൂടുതലാണ്. ബട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻ്റർ കണക്റ്റഡ് പോയിന്റ്സിൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്, 6 ആറ്റംസേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആ ഒരു ആറ്റംസ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഷേപ്പിനാണ് ഒക്ടാഹെഡ്രൺ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വെക്കുന്ന ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബിറ്റ് ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ആ ഒരിക്കുന്ന ഷേപ്പ് വെച്ചുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദിസ് ഈസ് ആൻ ഒക്ടാഹെഡ്രൺ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഓറിയൻറ്റേഷൻ അല്ല ഒക്ടാഹെഡ്രൺ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മൾ വെക്കുന്ന ഓറിയൻറ്റേഷൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒക്ടാഹെഡ്രൺ ആയിരിക്കത്തില്ല കിട്ടുന്നത്, വേറൊരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. താഴെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ട്രയാങ്കിൾ എന്നും പറയാൻ പറ്റില്ല, ഒരു ആർബിട്രറി ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനെ ഓറിയൻറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് 3 ഇലക്ട്രോൺസ് വെച്ച് ഓറിയൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോഴാണ്, ഇവിടെ 3 എണ്ണം കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒക്ടാഹെഡ്രൺ എന്ന് പറഞ്ഞ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഓക്കെ, ഇനി നമ്മൾ ആ ഒരു 2 ലെയർ വെച്ചിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡുകളും ഒക്ടാഹെഡ്രൽ വോയിഡുകളും ഒന്നും വെച്ചു. ഓക്കെ, നമ്മൾ ആ ഒരു അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇനി ഇതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇനി 2 രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും. അതായത് നമുക്ക് ഓൾറെഡി എന്ത് ടൈപ്പ് വോയിഡ് ഉണ്ട്, ഒക്ടാഹെഡ്രലുകളും വോയിഡുകളും ജനറേറ്റ് ആയി, ടെട്രാഹെഡ്രൽ വോയിഡുകളും ജനറേറ്റ് ആയി. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിലും ടെട്രാഹെഡ്രൽ വോയിഡ് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ് ക്ലോസ് ചെയ്യാം. 2 വോയിഡുകൾ ക്ലോസ് ചെയ്താലും 2 ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പം അതാണ് സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി ഒരു ആറ്റത്തിനകത്ത്, ഒരു ആറ്റം എന്നല്ല, നമ്മളൊരു ഒരു ഷേപ്പ് നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ n ടെട്രാഹെഡ്രൽ വോയിഡ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 100 ആറ്റംസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 100 ഒക്ടാഹെഡ്രൽ വോയിഡുകളും
200 ഒക്ടാഹെഡർ വോയിഡ്സ് ടെട്രാഹെഡർ വോയിഡുകൾ ക്രിയേറ്റ് ചെയ്യും. അതായത് എത്ര ആറ്റംസ് ഉണ്ടോ അതിൻ്റെ അത്രയും ഈക്വൽ ആയിട്ടുള്ള ഒക്ടാഹെഡർ വോയിഡുകളും അതിൻ്റെ ഇരട്ടി ടെട്രാഹെഡർ വോയിഡുകളാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോറി. ഇനി നമുക്ക് ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന മൂന്നാമത്തെ ലെയർ നമ്മൾ എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത്, ആ മൂന്നാമത്തെ ലെയറിൻ്റെ പ്ലേസ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ഇനി ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൂന്നാമത്തെ ലെയർ ടെട്രാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്യുകയോ ഒക്ടാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്തോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതേ പക്ഷേ ടെട്രാഹെഡ്രൽ വോയിഡുകളാണ് നമ്മൾ ക്ലോസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ടെട്രാഹെഡ്രൽ വോയിഡുകളാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ലെയർ ക്ലോസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന അടുത്ത ലെയർ ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ലെയർ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഫസ്റ്റ് ലെയറിന് സിമിലർ ആയിട്ട്, അല്ലെങ്കിൽ ഇതേ സിമിലർ എന്നല്ല, ഫസ്റ്റ് ലെയറിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ലെയർ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ആ ഫസ്റ്റ് ലെയറിനെ ഏന്ന് വിളിക്കുന്ന കണക്ക് തന്നെ തേർഡ് ലെയറിനെ നമ്മൾ ഏന്ന് വിളിച്ചു. ഇനി എയുടെ ടെട്രാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്ത് നോക്കുക. എയുടെ ടെട്രാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ബി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ബി അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ നമ്മൾ നോക്കുക, ഇതാണ് സത്യം പറഞ്ഞ എ ബി അറേഞ്ച്മെൻറ്റ്. കണ്ടോ, ടെട്രാഹെഡ്രൽ വോയിഡുകളാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് അങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും പോവുക. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡുകളാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് ലെയർ സെയിം ആണ്, ഫസ്റ്റ് ലെയറിൻ്റെ വേണ്ട കാര്യമില്ല. അതിന് ശേഷമുള്ള ലെയറുകളാണ് നമുക്കിനി ഇമ്പോർട്ടൻറ്റ്. ബി എന്ന് പറയുന്ന ലെയറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ട്രയാങ്കിൾ ആണ്. അതായത് നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്യണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയ്ക്കും ബിക്കും സിമിലർ അല്ലാതെ മൂന്നാമതൊരു ലെയർ ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക? നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മൾ ആ ഒരു കേസ് നമ്മൾ ആ ലെയറിനെ സി എന്ന് പറയുന്ന ലെയർ ആയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ലെയറിനെ സി എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ സി ലെയറിൽ ഒക്ടാഹെഡ്രൽ വോയിഡുകൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഫസ്റ്റ് ലെയറിന് സിമിലർ ആണ്. സോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ടെട്രാഹെഡ്രൽ വോയിഡുകൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എ ബി അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷേ ഒക്ടാഹെഡ്രൽ വോയിഡുകളാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി സി അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമുക്ക് പോവുക. ഓക്കെ, ടെട്രാഹെഡ്രൽ വോയിഡുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആറ്റംസ് നമ്മൾ നോക്കിയാൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന രണ്ട് എക്സാമ്പിൾ മഗ്നീഷ്യം സിങ്ക് ആണ്. അതേ പക്ഷേ ഒക്ടാഹെഡ്രൽ വോയിഡുകളിൽ നിങ്ങൾ എത്ര എക്സാമ്പിൾസ് ഒന്നും എടുത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നില്ല. ഒക്ടാഹെഡ്രൽ വോയിഡുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ആറ്റംസ് ആയിരിക്കും. ഒന്ന് സ്ക്വയർ ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും, രണ്ട് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കും. ഇനി ഈ ഇരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് എന്താണ്, ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിനും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിനും 74% പാക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്. അതായത് ആ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 76% എന്താണ്, ആറ്റംസാൽ ചുറ്റപ്പെട്ട് കിടക്കുക. ബാക്കി 26% മാത്രമേ അതിന് സ്പേസ് ഉള്ളൂ. അതായത് ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഹൈ കോർഡിനേഷൻ നമ്പർ. നമ്മളിത് കൺസിഡർ ചെയ്യുമ്പോൾ വളരെയധികം വലുതായിട്ടൊരു കോർഡിനേഷൻ നമ്പറാണ് നമുക്ക് ഈ ആറ്റത്തിന് ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് എന്താണ് ഇത് ഹയർ പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കാണിക്കുന്നത്. പിന്നെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിനകത്ത് എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ്, ഒരു ക്യൂബിനകത്ത് എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഒരു ആറ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള മെഷറിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 ഫിഗേഴ്സിൻ്റെതാണ്. നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിമ്പിൾ ക്യൂബിക്ക. വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ഫോർ സിമ്പിൾ ക്യൂബിക്ക, ദെൻ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്ക, അതുപോലെ തന്നെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് BCC. ഈ 3 സ്ട്രക്ചേഴ്സിന്റെ എത്രമാത്രം പാക്കിംഗ് എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ക്യൂബിക്കിൻ്റെത് കണ്ടുപിടിക്കാം, സിമ്പിൾ ക്യൂബിക്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെയോ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെയാണോ തന്നിരിക്കുന്നത്. പക്ഷേ സിമ്പിൾ ക്യൂബിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സിമ്പിൾ ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഓക്കെ, സിമ്പിൾ ക്യൂബിക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. So we are constructing a simple cube here. So നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആറ്റത്തിന്റെ കോർണേഴ്സിലാണ്, ഈ ഇരിക്കുന്ന ക്യൂബിന്റെ കോർണേഴ്സിലാണ് ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ ഇതിനകത്തെല്ലാം ആറ്റംസ് വരയ്ക്കുകയാണ്. ഓക്കെ, എല്ലാ കോർണറുകളിലും നമ്മൾ ആറ്റംസ് പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, പ്ലേസിങ് ആറ്റംസ് ഇൻ ഓൾ കോർണേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ആറ്റത്തിലെ കോർണറിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഇരിക്കുന്ന ലെങ്ത് ഉണ്ടല്ലോ, ഒരു ക്യൂബിന്റെ ഒരു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് ആറ്റത്തിന് ഈക്വൽ ആയിട്ട് ഷെയർ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ക്യൂബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സർക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കണം. അതായത് ഈ ഒരു കാര്യമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. A = 2r എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്. അതായത് ഈ ഇരിക്കുന്ന ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത്
രണ്ട് സർക്കിളുകളുടെ അല്ലെങ്കിൽ രണ്ട് ആറ്റത്തിന്റെ റേഡിയസിന് തുല്യമാണ്. ഓക്കെ, ഇവിടെ റേഡിയസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് പൈക്കോമീറ്ററിലായിരിക്കും. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം തരാൻ പോകുന്ന പൈക്കോമീറ്ററിലാണ്. പൈക്കോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 × 10⁻⁻12 മീറ്ററിനെയാണ് ഒരു പൈക്കോമീറ്റർ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് A = 2R എന്ന് പറയുന്ന കാര്യമുണ്ട്. സോ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് ആറ്റം ഓഫ് വൺ ആറ്റം, ഒരു ആറ്റത്തിന്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബ്. അതായത് ഒരു ക്യൂബിന്റെ വോളിയത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് A = 2R എന്ന് പറയുന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ, സോ ഞാൻ ബാക്കി എല്ലാവരും അബ്സോർബ് ചെയ്യാണ്. സോ ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ആറ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ആൻ ആറ്റം അല്ലെ, വി ആറ്റം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ വോളിയം എങ്ങനെ ആയിരിക്കും? ആറ്റം എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണ്? സ്ഫിയറിക്കൽ ഷേപ്പിലാണ്. സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല 4/3 × πr³. ഓക്കെ, അതുപോലെ തന്നെ വോളിയം ഓഫ് ക്യൂബ്. അപ്പൊ നമുക്ക് ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? A³ അല്ലെ. അതായത് എന്താണ് ക്യൂബ് എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണ്? ക്യൂബോയിഡൽ ഷേപ്പ് അല്ലേ. ഓക്കെ, ക്യൂബോയിഡൽ ഷേപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് A³ ആണെന്ന് നമുക്കറിയാം അല്ലെ. 3 സൈഡുകളുടെ ക്യൂബാണ്. സോ പാക്കിംഗ് എഫിഷ്യൻസി PE എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 4/3 × πr³ ഡിവൈഡഡ് ബൈ A³ × 100. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം A എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും കാര്യം നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ ആണ്. A = 2R എന്ന് പറയുന്ന റിലേഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 4/3 × πr³ ഡിവൈഡഡ് ബൈ A³ പകരം 2R³ × 100. ഓക്കെ, സോ ദാറ്റ് ഗീവ്സ് 4/3 × πr³ ഡിവൈഡഡ് ബൈ 8R³ × 100. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ R³ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ബാക്കിയുള്ളത് പിന്നെ 4π × 24 ഡിവൈഡഡ് ബൈ 100. സോ ഇത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 52.4%. കാൽക്കുലേറ്ററിൽ നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. 4π × 24 എന്ന് പറയുന്നത് we will get 52.4. അപ്പൊ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഓർക്കേണ്ടത് A = 2R എന്ന് പറയുന്ന റിലേഷനും അതുപോലെ തന്നെ ഈ 52.4 എന്ന് പറയുന്ന റിലേഷനും, ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്താണ് ഒരാൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് റെഫർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. സോ ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മുടെ താപളത്തിലുണ്ടായിരിക്കണം. ഓക്കെ, സോ അടുത്തത് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത ടൈപ്പിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. സോ അടുത്ത ടൈപ്പിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് സെന്റേർഡ് ക്യൂബിക് FCC. ഫേസ് സെന്റേർഡ് ക്യൂബിക് FCC ആണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് ഞാൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആറ്റത്തിന്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ആറ്റത്തിന്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ക്യൂബിന്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിന്റെ ഫേസിന്റെ സെന്ററിലും എന്തായിരിക്കും? ഒരു ആറ്റം ഉണ്ടാവും അല്ലെ. ഈ ഒരു ആറ്റംസ് രണ്ട് എഡ്ജിലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫേസിന്റെ സെന്ററിലും ഉണ്ട്. അതായത് ഈ ഇരിക്കുന്ന ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്, ഡയഗണൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആറ് വരും? 1 6, 2 6, 3 6, 4 6 അല്ലെ. 1 6, 2 6, 3 6, 4 6. ഈ 4 ആറുകളുടെയും കൂടി സമമായിരിക്കും. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതായത് A എന്ന് പറയുന്ന ലെങ്ത് അല്ല, ഈ നമുക്കൊരു കാര്യം കൂടി അറിയണം. ഈ സ്ലാന്റ് ഹൈറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഡയഗണൽ ലെങ്ത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ എന്താ ചെയ്യുക? ഡയഗണൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി we will be applying Pythagoras theorem to that portion. അപ്പോൾ Pythagoras theorem നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ലെങ്ത് നമ്മൾ x ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ it will be √a² + a². ഫൈനലി നമുക്ക് √2a എന്നായിരിക്കും ഇതിന്റെ വാല്യൂ കിട്ടുക. അതായത് √2a എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 4R ഈക്വൽ ആയിരിക്കും അല്ലെ. ഈ ഒരു മെഷർമെന്റ് വാല്യൂ ഇനി സിമ്പിൾ ആണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന് എങ്ങനെയാണ് എന്തുണ്ടാവും? ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന് വോളിയം ഓഫ് ആൻ ആറ്റം, ഓക്കെ, വോളിയം ഓഫ് വൺ ആറ്റം ഇൻറ്റു ഒരു കാര്യം കൂടി ഉണ്ട്, ഇൻറ്റു 4 കൂടി എഴുതണം. ഇൻറ്റു 4 എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫേസ് സെന്റേർഡ് ക്യൂബിക്കിനകത്ത് ടോട്ടൽ എഫക്റ്റീവ്ലി എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്? 4 ആറ്റംസ് ആണ് ഫേസ് സെന്റേർഡ് ക്യൂബിക്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. സോ നമ്മൾ ഈ 4 കൊണ്ട് കൂടി അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ എന്താണ്? വോളിയം ഓഫ് ക്യൂബ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന സാധനത്തിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും കൂടെ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ചെയ്യുക? ഇനി എന്താണ് ചെയ്യുക? സോ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? വോളിയം ഓഫ് 1 ആറ്റം എന്ന് പറയുന്നത് 4 into 4/3 pi r cube the whole divided by a cube into 100. സോ എക്ക് പകരം √4r എന്ന് ഇട്ടു. അതായത് എക്ക് പകരം 4r √2a എന്ന് പറഞ്ഞാൽ 4 ആണ്, വിച്ച് ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു 2√2r എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അതായത് 4 into 4/3 എന്ന് പറയുന്നത് 16/3 into pi r cube the whole divided by 2√2 cube into r cube into 100. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 74% എന്നാണ്. സോ ഔട്ട് ഓഫ് ദിസ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഏത് ആറ്റമാണ്? ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ബോഡി സെന്റേർഡ് ക്യൂബിക് ആണ്. അതായത് ബോഡി സെന്ററിൽ എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെയാണ് ബോഡി സെന്റേർഡ് ക്യൂബിക് എന്ന് പറയുന്നത്. ബിസിസിയുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? ആറ്റംസ് ഇരിക്കുന്നത് കോർണറുകളിലും ബോഡിയുടെ സെന്ററിൽ, അതായത് നമ്മൾ ആ എൻറ്റയർ ക്യൂബ് എടുത്ത ക്യൂബിന്റെ സെന്ററിലുമാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ ക്യൂബ്, സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നതിനേക്കാൾ സ്ലാന്റ് ഡയഗണൽ ഹൈറ്റ് ഓഫ് എ ക്യൂബ്, ഒരു ക്യൂബിന്റെ സ്ലാന്റ് ഡയഗണൽ ഹൈറ്റ്, അതായത് ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിന് താഴേക്ക് വരുന്നതിനെയാണ് ആ ലെങ്ത് എന്ന് പറയുന്നത് √3a ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് √3a = 4r എന്ന് പറയുന്ന റിലേഷൻ ആണ്. ക്യൂബിന്റെ കേസിൽ √3a = 4r. നമുക്കിതാ ഈ ലെങ്ത് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഈ ലെങ്ത്, അതായത് ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്കുള്ള ലെങ്ത്. ഓക്കെ, √3a = 4r. സോ നമ്മൾ ഇവിടെ എത്ര ഉണ്ട് ആറ്റംസ്? എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ബോഡി സെന്റേർഡ് ക്യൂബിക്കിലാണെങ്കിൽ മൊത്തം എഫിഷ്യന്റ് ആയിട്ടുള്ള ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പാക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 2 into 4/3 pi r cube the whole divided by a cube into 100. നമ്മൾ ആർ ക്യൂബിന് പകരം ഇനിയിപ്പോൾ തിരിച്ചു വേണമെങ്കിലും കൊടുക്കാം, ആർ ക്യൂബിന് പകരം തിരിച്ചു കൊടുക്കുന്നതിന് നടക്കാം. അല്ലെങ്കിൽ എക്ക് പകരം എന്താണ് നമുക്ക് കൊടുക്കുക? 4/√3 ക്യൂബ് ഇൻറ്റു ആർ ക്യൂബ്, ഇവിടെ ഒരു ആർ ക്യൂബ്, ഇവിടെ ഒരു പൈ ഉണ്ടായിരുന്നു, ഇൻറ്റു 100. ഓക്കെ, നമ്മളിത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 68% എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പാക്ക് എഫിഷ്യൻസി കാണുന്നത്. ഈ വാല്യൂസും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് സ്റ്റെപ്പുകൾ ഒന്നും കൂടി മനസ്സിലാക്കി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. സോ ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഇനി അടുത്തത് എൻ്റെ മോളാർ മാസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ